നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ അല്പം കൂടി ദൃശ്യങ്ങൾ കാണാം. ആ വീട് പൂർണ്ണമായി തന്നെ തകർന്ന നിലയിലാണുള്ളത്. അല്പം പഴയ വീടാണ്, ഓടിട്ട വീടാണ്. ഇത് വാടകയ്ക്ക് നൽകി എന്നതാണ്, അതായത് ഗോവിന്ദൻ എന്ന് പറയുന്ന ആളുടെ വീടാണ്. അയാൾ ഇവിടെയല്ല താമസം, വാടകയ്ക്ക് നൽകിയ വീടാണ്. അവിടെ 2 പേരാണ് ഇവിടെ വന്നു പോകാറ്. പകൽ സമയങ്ങളിൽ അവർ അവിടെ വരാറില്ല എന്നും പറയുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ച് 9 മണിക്ക് ശേഷമാണ് ബൈക്കിൽ ഹെൽമറ്റൊക്കെ ധരിച്ച് ഈ 2 പേർ ഇങ്ങോട്ട്, ആദ്യം ഒരാൾ വരും, അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ ആൾ വരും. അങ്ങനെ ഒരു രീതിയാണ് ഉള്ളതെന്നാണ് നേരത്തെ പ്രദേശവാസികളൊക്കെ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇവിടെ ആരാണ് താമസിക്കുന്നത്, ആരാണ് വന്നു പോകുന്നതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വിവരവുമില്ല. ഇന്ന് പുലർച്ചെ 2 മണിയോടെ വലിയ ശബ്ദമാണ് നാട്ടുകാർ കേട്ടത്. അതിനുശേഷം തൊട്ടടുത്തുള്ള പ്രദേശവാസികൾ ഇവിടെ എത്തിയപ്പോൾ അവർ കണ്ടത് ഈ വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായത് എന്ന് വ്യക്തമാണ്. അത് ബോംബ് നിർമ്മാണത്തിനിടെയാണ് എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള അത്തരമൊരു സംശയം പ്രദേശവാസികളൊക്കെ പ്രകടിപ്പിക്കുന്നു. എന്തായാലും അതൊരു പടക്കം ഒന്നുമല്ല, അത് അല്പം കൂടി ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് എന്ന് തന്നെയാണ് നാട്ടുകാരെന്തായാലും ഇപ്പോൾ. കാരണം ഇതിലൊരു അസ്വാഭാവികതയില്ലേ? കാരണം 2 പേർ വീട് വാടകയ്ക്ക് എടുക്കുന്നു. ആ വീട് വാടകയ്ക്ക് എടുക്കുന്ന ആൾക്കാരെ പകൽ വെളിച്ചത്തിൽ അവിടെ ഉള്ളവർ കാണുന്നില്ല. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവു ദിനങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഈ രാത്രിയിൽ മാത്രമായി ഇവരുടെ ഈ വീട് വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുന്നതിൽ തന്നെ ഒരു അസ്വാഭാവികത ഉണ്ടല്ലോ. അത്തരത്തിൽ നാട്ടുകാർക്ക് സംശയങ്ങളൊന്നും തോന്നിയിരുന്നില്ലേ? ഇത് ഈ അല്പം ഉള്ളോട്ടാണ് ഈ സ്ഥലമുള്ളത്, ഈ പ്രദേശമുള്ളത്. അത് മെയിൻ റോഡിൽ നിന്നും അല്പം ഉള്ളോട്ട് വരണം, ഏകദേശം 2 കിലോമീറ്ററോളം ഉള്ളോട്ട് വരണം. പക്ഷേ ഇതൊരു ജനവാസ മേഖല തന്നെയാണ്, അത് ആളുകൾ താമസിക്കുന്ന ഇടം തന്നെയാണ്. ഇങ്ങനെ ഒരു വാടക വീട് പണ്ട് മുതലേ ഉള്ള ഒരു വാടക വീടാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ അല്പം കൂടി വ്യക്തമായി കാണാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വീടിൻ്റെ ദൃശ്യം നമുക്ക് കാണാം. ഒരു വീട് പൂർണ്ണമായി തന്നെ നിലംപൊത്തി, അതായത് തകർന്ന് തരിപ്പണമായ നിലയിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ഫോടനത്തിൻ്റെ ഒരു ആഘാതം നമുക്ക് ഊഹിക്കാൻ തന്നെ സാധിക്കും. അത്രത്തോളം സ്ഫോടനം നാട്ടുകാർ പറയുന്നതും അത് ശരിയാണ്. അവർ പുലർച്ചെ വലിയ ഞെട്ടലോടെയാണ് ഈ ശബ്ദം കേട്ടത്. അപ്പോൾ അത്രത്തോളം വലിയ സ്ഫോടനമാണ്. അപ്പോൾ അതൊരു ഏതെങ്കിലും തരത്തിലുള്ള പടക്കമോ അങ്ങനെ നിർമ്മാണമായിരിക്കില്ല, അതിനപ്പുറത്തേക്കുള്ള സ്ഫോടക വസ്തുവും ആയിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ നിഗമനം. പോലീസും പ്രാഥമികമായി നൽകുന്ന വിവരം അങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരു ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനമാണോ എന്നതിനെ സംബന്ധിച്ചാണ് ഇനി അന്വേഷണം നടത്തേണ്ടത്. അപ്പോൾ ആരാണിവിടെ ഇത്തരം നിർമ്മാണങ്ങൾ നടത്തുന്നത്, ആരാണിവിടെ വാടക ഇങ്ങനെ താമസിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട്. എന്തായാലും പോലീസ് അത്തരം അന്വേഷണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പം ഒരാൾക്ക് ഇവിടെ താമസിക്കാത്ത ഈ പ്രദേശവാസി അല്ലാത്ത ഒരാളുടെ അവരുടെ പഴയ വീട്, ആ വീട് ചിലർ വാടകയ്ക്കെടുക്കുന്നു. ആ വാടകയ്ക്കെടുത്ത വീട്ടിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് അതിനപ്പുറത്തേക്കുള്ള ഒരു വിവരവുമില്ല. ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, ചില സംശയങ്ങൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തിനാണ് അവർ ഈ രീതിയിൽ ഈ രാത്രി സമയങ്ങളിൽ വന്നു പോകുന്നതിനെ സംബന്ധിച്ച് നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നാട്ടുകാർക്ക് ചില സംശയങ്ങൾ, ഈ സ്ഫോടനത്തിന് ശേഷം നാട്ടുകാർക്ക് ചില സംശയങ്ങൾ എന്തായാലും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ ദൃശ്യം അല്പം കൂടി വ്യക്തമായി കാണാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് ആ വീട്ടിലേക്ക് എത്തിയ ആളുകൾ നേരത്തെ ഒരാളുടെ പ്രതികരണത്തിൽ കേട്ടു, അവിടെ ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അരുൺ പൂപ്പറമ്പയിലേക്ക് എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.